ശ്രീ മുഹമ്മദ് ഷിയാസ്, ഗുരുതരമായ വീഴ്ച, ഗുരുതരമായ അനാസ്ഥ, ഒരു ജനതയെ മുഴുവൻ ഇഞ്ചിഞ്ചായി ആരോഗ്യം മോശമാകുന്ന അവസ്ഥയിലേക്ക്, ഗുരുതര സാഹചര്യങ്ങളിലേക്ക് തള്ളിവിടുന്ന സാഹചര്യം ഒരുക്കിയത്, അതിൽ പ്രധാനപ്പെട്ടത് പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത് ഇവിടുത്തെ സംവിധാനങ്ങളാണ്, അധികാരികളാണ്. ഇന്നത്തെ ഈ സംഭവത്തിൽ നിന്നും അതിൻ്റെ ചർച്ചയിലും പ്രതിഷേധത്തിലും ഒക്കെ തുടക്കം മുതൽ പങ്കെടുത്ത ഒരു വ്യക്തി എന്ന നിലയിൽ അതിൻ്റെ എൻഡിലേക്ക് എത്തുമ്പോൾ എന്ത് വിശ്വാസയോഗ്യമായ ഒരു നടപടിക്രമങ്ങൾ ഇനി ഇത് ആവർത്തിക്കരുത്, കാരണം അത്രമേൽ പ്രത്യാഘാതമാണ് എന്ന് ഈ വകുപ്പുകൾക്ക് തട്ടിക്കളിക്കുന്ന, അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിക്കളിക്കുകയാണ്, ഈ തട്ടിക്കളിക്കുന്ന വകുപ്പുകൾക്ക് മനസ്സിലായിട്ടുണ്ടോ മുഹമ്മദ് ഷിയാസ് ഇതിൻ്റെ ഗൗരവം? വ്യവസായ മന്ത്രിയുടെ നാട്ടിൽ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ഒരു സർക്കാരിൽ പ്രതിനിധിയായിട്ടുള്ള ഒരു മന്ത്രി തന്നെ അതിനകത്ത് നേരിട്ട് ഇടപെടണമായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു സാന്നിധ്യം ഈ കഴിഞ്ഞ 2 ദിവസക്കാലം കൊണ്ട് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല. കഴിഞ്ഞ 8 വർഷക്കാലം ഈ യാതൊരു നടപടിയും പിണറായി വിജയൻ്റെ സർക്കാരിൽ നിന്ന് ഇതുമായി ബന്ധപ്പെട്ട് പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് സ്വീകരിച്ചിട്ടുമില്ല. അത് രേഖാമൂലം നമുക്കിന്നത് വ്യക്തമായതുമാണ്. ഇവിടെ ജനങ്ങളുമായി ബന്ധപ്പെട്ട് ജനങ്ങൾ കുടിക്കുന്ന വെള്ളവും അവർ ഉപജീവനത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന മത്സ്യകൃഷി അടക്കമുള്ളതും നശിച്ചു പോയത് ഈ പെരിയാറിലെ ഈ പാതാളത്തെ ബണ്ട് തുറന്നു വിട്ടതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പുതിയ സംഭവവികാസമാണ്. ജനങ്ങൾ വലിയ പ്രതിഷേധം നിങ്ങൾ കണ്ടിരിക്കും. ഇന്ന് 100 കണക്കിന് ആളുകളാണ് സമരത്തിൽ പങ്കെടുത്തത്. കർഷകർ വന്ന് അവർ ചത്ത മീനുകൾ എറിഞ്ഞ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൻ്റെ ഓഫീസിലേക്ക് എറിയുന്നത് നിങ്ങളത് ശ്രദ്ധിച്ചിരിക്കും. ഒന്ന് ആലോചിച്ച് നോക്കുക. സർക്കാരിൻ്റെ സഹായത്തോടു കൂടി കൃഷിയെ പ്രോത്സാഹിപ്പിക്കുന്ന നടപടികൾ, പ്രത്യേകിച്ചും സ്ത്രീകളായിട്ടുള്ള ആളുകൾ ലക്ഷക്കണക്കിന് രൂപയാണ് ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്ന് വായ്പ എടുത്ത് ഈ കൂട് മത്സ്യകൃഷിയൊക്കെ നടത്തുന്നത്. അവരുടെ എല്ലാ മത്സ്യവും ചത്തുപോയി എന്ന് മാത്രമല്ല, ദുർഗന്ധം കൊണ്ട് അവർക്ക് വീട്ടിലിരിക്കാൻ സാധിക്കുന്നില്ല, പണം പോയി അവർക്ക് ജീവിക്കാൻ സാധിക്കുന്നില്ല, അവർക്കിനി ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടവും ഉണ്ടായിരിക്കുന്നു, ഉപജീവനം നഷ്ടപ്പെട്ടിരിക്കുന്നു. എന്ത് നടപടിയാണ് സർക്കാരിന്റെ ഭാഗത്ത്? മുഹമ്മദ് ഷിയാസ്, ഒരു കാര്യം, നമുക്കൊരു സംഭവം ഉണ്ടാകുമ്പോൾ, ഏതെങ്കിലും ഒരു അത്യാപത്തോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സംഭവം നാട്ടിലുണ്ടാകുമ്പോൾ അതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ടത് ഇവിടുത്തെ സംവിധാനങ്ങളാണ്. ഈ 2 സംവിധാനങ്ങളോട് നോക്കൂ. അവിടെ മലിനീകരണ നിയന്ത്രണ ബോർഡുണ്ട്. ഇത് ആദ്യത്തെ സംഭവമല്ല. നമുക്ക് സംഭവമാണെങ്കിൽ ഒരു പെട്ടെന്നൊരു ആകസ്മികമായിട്ടൊക്കെയുള്ള സംഭവിക്കുന്ന കാര്യങ്ങൾ എന്ന് പറയാം. ഇതിവിടെ അതല്ല. ഒരുപാട് ഉദാഹരണങ്ങൾ നമ്മുടെ മുന്നിലുള്ളപ്പോൾ ഇന്ന് മുഹമ്മദ് ഷിയാസ് അവിടുത്തെ എൻവയോൺമെൻറ്റ് ഓഫീസറോട് സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ എന്താണ് മനസ്സിലായത്? പിന്നീട് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ എഞ്ചിനീയറോട് സംസാരിക്കുമ്പോൾ ഈ 2 പേരുടെയും വൈരുദ്ധ്യങ്ങൾ അതാണോ ഗുരുതരമാക്കുന്നത് സാഹചര്യങ്ങൾ? അല്ല, പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന് ചങ്ങലക്കെട്ടിരിക്കുകയാണ്. അവർക്ക് ഒരു നടപടിയും സ്വീകരിക്കാൻ കഴിയുന്നില്ല. ഈ പെരിയാറിൻ്റെ തീരത്തുള്ള ഈ വ്യവസായങ്ങൾ, ഞങ്ങളാരും വ്യവസായങ്ങൾക്കെതിരല്ല, പക്ഷേ അവരുടെ മാലിന്യങ്ങൾ സംസ്കരിക്കാനുള്ള മാർഗ്ഗനിർദ്ദേശങ്ങൾ പൊല്യൂഷൻ കൺട്രോൾ ബോർഡും വ്യവസായ വകുപ്പും കൊടുത്തിട്ടുണ്ട്. അത് കൃത്യമായി പരിശോധന നടത്തേണ്ട ഉദ്യോഗസ്ഥന്മാർ പൊല്യൂഷൻ കൺട്രോൾ ബോർഡാണ്. അവരെ നടത്താനായി അവരെ അനുവദിക്കുന്നില്ല. അത് അനുവദിക്കാത്തതാണ് അവരുടെ പ്രശ്നം. ഞങ്ങൾ സംസാരിച്ചപ്പോൾ അതാണ് പ്രശ്നം. എൻ്റെ കയ്യിലിരിക്കുന്ന ഈ രേഖയുണ്ട്. ഇന്ന് പൊല്യൂഷൻ കൺട്രോൾ ബോർഡിലെ ചീഫ് എൻവയോൺമെൻറ്റൽ എഞ്ചിനീയർ എഴുതി തന്ന രേഖയാണ്. ഈ രേഖയിൽ പറയുന്ന ഈ 5 കാര്യങ്ങൾ നടപ്പിലായാൽ ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നടന്ന സംഭവവുമായി ബന്ധപ്പെട്ട് ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥന്മാർക്കെതിരെ നടപടി സ്വീകരിക്കുകയും ഈ നഷ്ടപ്പെട്ട കൃഷിക്കാർക്ക് അർഹമായ നഷ്ടപരിഹാരം നൽകുകയും അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഉപജീവനം നടത്തുന്ന ഉൾനാടൻ കർഷകരായിട്ടുള്ള ആളുകൾക്ക് സഹായങ്ങൾ നൽകുകയും അതുപോലെ കുറ്റക്കാരായിട്ടുള്ള കമ്പനികൾക്കെതിരെ നടപടി സ്വീകരിക്കാമെന്ന് പറയും. രാജീവ് ഇടപെട്ടില്ലെങ്കിൽ, രാജീവിൻ്റെ സമ്മർദ്ദമില്ലെങ്കിൽ ഇത് നടപ്പിലാകും. പക്ഷേ അവിടെയെല്ലാം മന്ത്രിയുടെയും സർക്കാരിൻ്റെയും സമ്മർദ്ദമുണ്ടാകും. ഞങ്ങൾക്കറിയാം. ഇത് എഴുതി തന്ന ഉദ്യോഗസ്ഥന്മാർക്ക് പോലും അവർക്ക് പരിഭ്രാന്തിയാണ്. അവർ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് ചെയർപേഴ്സണുമായി സംസാരിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ MLA TJ വിനോദും ഉണ്ടായിരുന്നു, ജനപ്രതിനിധികൾ, പഞ്ചായത്ത് പ്രസിഡന്റുമാരടക്കം എല്ലാവരും ഉണ്ടായിരുന്നു. അവരെല്ലാവരും വലിയ പ്രതിഷേധത്തിലാണ്. അതിൻ്റെ പ്രതിഷേധത്തിൻ്റെ നടുവിലാണ് ഇത് എഴുതി തന്നിരിക്കുന്നത്. എല്ലാം ഞങ്ങൾക്ക് തെറ്റുപറ്റിയിരിക്കുന്നു, ഞങ്ങളാണ് ഇതിൻ്റെ മുഴുവൻ ഉത്തരവാദി എന്ന് പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് അവർ സ്വയം സമ്മതിച്ചിരിക്കുകയാണ്. എറണാകുളത്തെ ചീഫ് എൻവയോൺമെൻറ്റൽ എഞ്ചിനീയറാണ് ഇത് എഴുതി തന്നിരിക്കുന്നത്. അയാൾ പറയാണ്, ഞങ്ങൾക്കെല്ലാം തെറ്റ് സംഭവിച്ചു, ഞങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ല, ഞങ്ങൾ ഇതെല്ലാം ചെയ്യാം. ശ്രീ ഗോപിനാഥ്, ഇന്ന് എൻവയോൺമെന്റ് ഓഫീസറോട് കാര്യങ്ങൾ ചോദിക്കുമ്പോൾ പറയും പല കുറി ഇക്കാര്യങ്ങൾ, ഇതിൻ്റെ അപകടാവസ്ഥ, മുന്നറിയിപ്പില്ലാതെ തുറക്കുന്ന കാര്യങ്ങൾ, ഇതൊക്കെ ഞങ്ങൾക്കത് ഗൗരവമേറിയ വിഷയമാണ് എന്ന് എൻവയോൺമെന്റൽ ഉദ്യോഗസ്ഥൻ അല്ലെങ്കിൽ ഈ പരിസ്ഥിതിയുമായി ഈ മലിനീകരണ നിയന്ത്രണ ബോർഡുമായി ബന്ധപ്പെട്ടവരൊക്കെ പറയുകയാണ്. നേരത്തെയും കളക്ടർ ഇത് സംബന്ധിച്ച് അറിയിച്ചിരുന്നു. അപ്പോഴൊന്നും ഇത് ഗൗരവത്തോടെ എടുത്തില്ല എന്ന്. അപ്പോൾ ഒരു സിസ്റ്റത്തിൽ നിന്ന് ഒരു അലർട്ട് ഉണ്ടാകുമ്പോൾ അതും മനുഷ്യൻ്റെ മാനുഷിക വിഷയമാണ്, പ്രകൃതിയുമായിട്ട് ബന്ധപ്പെട്ട വിഷയമാണ്, ഒരു മനുഷ്യൻ്റെ അന്നത്തിൻ്റെ വിഷയമാണ്. ആ വിഷയത്തിൽ ഭരണകൂടങ്ങൾ ഗൗരവം കാട്ടുന്നില്ല എന്ന് പറയുമ്പോൾ, കാരണം ഞാൻ ചോദിക്കുന്നത്, നന്നായിട്ട് ആ മേഖലയെ, ആ പരിസ്ഥിതിയെ, ആ പ്രകൃതിയെ മനസ്സിലാക്കുന്ന അവിടുത്തുകാരനായി അവിടെ ജീവിക്കുന്ന ഒരാളെന്ന നിലയിലാണ് ഗോപിനാഥനോട് ചോദ്യം. ഈ പറഞ്ഞ വാക്കുകൾ അത് പൂർത്തീകരിക്കപ്പെടുമോ?
അല്ല പ്രതീക്ഷ, ഈ മത്സ്യക്കുരുതിയുമായി ബന്ധപ്പെട്ട്, പെരിയാറിലെ മത്സ്യക്കുരുതിയുമായി ബന്ധപ്പെട്ട് PCBയിലെ സർവൈലൻസ് എഞ്ചിനീയർ എന്താണ് എഴുതി കൊടുത്തിരിക്കുന്നത് എന്നുള്ളതിൻ്റെ കോപ്പി എൻ്റെ കയ്യിലില്ല. അപ്പം മുഹമ്മദ് ഷിയാസ് അതെടുത്ത് കാണിച്ചുകൊണ്ട് അദ്ദേഹം പറയുന്നത് കേട്ടു. അവരെല്ലാം പൂർണ്ണമായി കുറ്റം സമ്മതിച്ചിരിക്കുകയാണ്, അവരെ വിലങ്ങിട്ടിരിക്കുകയാണ്. മന്ത്രി അടക്കം അവിടെ ഉള്ളിടത്തോളം അവരെ കൊണ്ട് പ്രവൃത്തി ചെയ്യാൻ അനുവദിക്കില്ല എന്നൊക്കെ അദ്ദേഹം കൂട്ടിച്ചേർത്ത് സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിൻ്റെ നിജസ്ഥിതി പരിശോധിച്ചാലേ എനിക്ക് മനസ്സിലാകാൻ കഴിയുള്ളൂ. PCB ഒരു സ്വതന്ത്ര ഏജൻസിയാണ്, ഓട്ടോണമസ് ബോഡിയാണ്, ഗവൺമെൻറ്റിൻ്റെ നിയന്ത്രണത്തിലുള്ള സ്ഥാപനമാണ്. PCBക്ക് ഏലൂരിൽ വർഷങ്ങളായി, ഒരുപാട് വർഷങ്ങളൊന്നും ആയിട്ടില്ല, എനിക്ക് തോന്നുന്നു 10-15 വർഷമായിട്ട് ഈ സർവൈലൻസ് ഓഫീസ് ഏലൂരിൽ സ്ഥാപിച്ചത് ഈ പെരിയാറിലെ മത്സ്യക്കുരുതി അടക്കമുള്ള മാലിന്യ പ്രശ്നങ്ങൾ രൂക്ഷമായി വരുന്നതിനെ തുടർന്ന് ശക്തമായി പരിസ്ഥിതി സംഘടനകളും അതുപോലെ തന്നെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും പൊതു പ്രസ്ഥാനങ്ങളും എല്ലാം ശക്തമായ സമരം ചെയ്തതിന് ശേഷം പ്രക്ഷോഭ സമരങ്ങളുടെ ഭാഗമായിട്ടാണ് ഗവൺമെൻറ് ഇടപെട്ടുകൊണ്ട് അവിടെ ഒരു സർവൈലൻസ് ഓഫീസ് കൊണ്ടുവന്നത്. ആ സർവൈലൻസ് ഓഫീസിൽ ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ ആവശ്യത്തിനുള്ള എക്യുപ്മെൻറ്റ്, വ്യവസായ മാലിന്യങ്ങൾ മോണിറ്റർ ചെയ്യാനുള്ള സംവിധാനം, അതിന് പബ്ലിക്കിനെ അത് ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയുള്ള സംവിധാനം, ഇതെല്ലാം ഒരു ആരംഭത്തിൽ അങ്ങ് ഉണ്ടായി എന്നുള്ളതല്ലാതെ തുടർച്ചയായി ഉണ്ടാകാത്ത സ്ഥിതിവിശേഷം പലപ്പോഴും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. മത്സ്യക്കുരുതി കുറേ കാലമായിട്ട് നമ്മൾ കേൾക്കാറില്ല. അവിടെ ഒരുപാട് കാലത്തിന് മുമ്പ് അതെല്ലാം ഉണ്ടായിരുന്നു. അനധികൃത കുഴലുകൾ പെരിയാറിലേക്ക് വച്ചിരിക്കുന്നു, കുടിവെള്ളത്തെ ബാധിക്കുന്നു, തുടങ്ങിയിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. ഈ ബണ്ട് ഈ കുടിവെള്ളത്തെ ബാധിക്കാതിരിക്കാൻ കൊണ്ടുവന്നൊരു പ്രശ്നമാണ്. പെരിയാറിൽ നിങ്ങൾ ചൂണ്ടിക്കാണിച്ച പോലെ നമ്മളിപ്പോൾ മത്സ്യസമ്പത്ത് കണ്ടു. അവിടെ അനുഗ്രഹീതമായ വിവിധ ഇനങ്ങളിലുള്ള മത്സ്യസമ്പത്ത് അവിടെ ഉണ്ട്. ആ മത്സ്യസമ്പത്ത് നശിച്ചു പോകും. ഉൾനാടൻ മത്സ്യത്തൊഴിലാളികളെ ഇത് കാര്യമായി ബാധിക്കും എന്നുള്ള കാര്യത്തിലൊന്നും യാതൊരു സംശയവുമില്ല. ഞാൻ അവിടെ താമസിക്കുന്ന ഒരാളെന്നുള്ളത് തന്നെ പലപ്പോഴും ഇത് ഞങ്ങൾ മോണിറ്റർ ചെയ്യാറുള്ള ഒരു സംവിധാനമാണ്. ഈ ശ്രീ ഗോപിനാഥ് ചോദിച്ചോട്ടെ, കാരണം ജില്ലയിൽ നിന്നുള്ള ഒരു മന്ത്രി ആണ് രാജീവിന് ഇന്നലെ സംഭവം നടന്നിട്ട് ഇത്രയും നിമിഷങ്ങളായി അവിടേക്കൊക്കെ കാര്യങ്ങൾ നേരിട്ടെത്തിയൊക്കെ ഒന്ന് മോണിറ്റർ ചെയ്യാവുന്ന ഒരു സാഹചര്യം, കാരണം അവരെയൊക്കെ വിശ്വാസത്തിലെടുത്തുകൊണ്ട്, കാരണം അവരുടെ അതിജീവനത്തിന്റെ പ്രശ്നമാണ്. കോടികൾ കടം വാങ്ങിയും ഒക്കെ വായ്പ എടുത്തും ഒക്കെയാണ് ഈ കൃഷി ഇറക്കിയേക്കുന്ന ആളുകൾ. അതിനപ്പുറത്തേക്ക് അവരുടെ ജീവിതത്തിൽ, കാരണം വീട്ടിൽ ആ വീട്ടമ്മമാരുടെയൊക്കെ കഷ്ടതകളും അവരുടെയൊക്കെ വിലാപങ്ങൾ കേൾക്കുമ്പോൾ അവർക്ക് അടുക്കളയിലോട്ട് കയറാൻ കഴിയുന്നില്ല. ഒന്ന് മഴയുടെ പ്രശ്നം, കൊച്ചിയുടെ പൊതുപ്രശ്നം എന്നേക്കാൾ നന്നായിട്ട് അങ്ങേക്കറിയാം. അപ്പോൾ ഈ ഏകോപനത്തിന്റെ കാര്യത്തിൽ ഈ അവസാനത്തെ ഇഷ്യൂവിലും വിടവ് സംഭവിച്ചിട്ടുണ്ടോ? ഞാൻ പറഞ്ഞു വന്നത് മുഴിപ്പിക്കട്ടെ. ഒന്ന്, ഈ ബണ്ട് വരുമ്പോൾ സ്വാഭാവികമായിട്ടും, പ്രത്യേകിച്ച് ഇപ്പോൾ വേനലായിരുന്നു, വേനൽ മാറി ഇപ്പോൾ മഴയുടെ ഒരു സ്വഭാവം വന്നു. ഒറിജിനൽ മൺസൂൺ അല്ലെങ്കിൽ പോലും ഏതാണ്ട് പ്രീ മൺസൂൺ എന്നുള്ള അടിസ്ഥാനത്തിൽ ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് അഭിമുഖീകരിക്കുകയാണ്. ഇതെല്ലാം വരുമ്പോൾ ആ നാച്ചുറൽ ഫ്ലഷിങ്ങിൽ തന്നെ കുറേ അധികം മാലിന്യങ്ങൾ ഇല്ലാതായി പോയി. പുഴയെ അത് റിഫ്രഷ് ചെയ്യേണ്ടതാണ്. പക്ഷേ അതിൻ്റെ ഭാഗമായി തുറന്നു വിടുമ്പോൾ അവിടെ ഈ വ്യവസായങ്ങളെല്ലാം പ്രവർത്തിക്കുന്ന സ്ഥലത്തുള്ള അതിൻ്റെ ഔട്ട്ഫിറ്റിൽ നിന്ന് വരുന്ന മാലിന്യങ്ങളടക്കം ഉറഞ്ഞുകൂടി ഈ കോളിഫോം അടക്കം ഡിസോൾവ്ഡ് ഓക്സിജന്റെ അളവ് നന്നായി കുറഞ്ഞിരിക്കുന്ന ഒരു സന്ദർഭത്തിൽ അത് PCB പറയുന്നതിലൊരു കാര്യമുണ്ടെന്നാണ് ഞാൻ തോന്നുന്നത്. PCB പറഞ്ഞുകൊണ്ടത് കാര്യമാണെന്നല്ല, പക്ഷെ അത് കേട്ടപ്പോൾ എനിക്ക് തോന്നിയത് അതാണ്. ഒന്ന്, ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് ഈ വെള്ളം തുറന്നു വിടുമ്പോൾ ഒറ്റയടിക്ക് തുറന്നു വിടാതിരിക്കുക. അത് PCB ആയിട്ട് ആലോചിച്ചിട്ട് ഞങ്ങൾക്ക് ഉത്തരവാദിത്വമില്ല, അവരെ അറിയിക്കേണ്ടതെന്നൊന്നും പറയാൻ കഴിയില്ല. അങ്ങനെ ഒരു സംവിധാനം ഉള്ളപ്പോൾ ആ സംവിധാനം തമ്മിൽ പരസ്പരം ഒരു ലിങ്ക് വേണം. അങ്ങനെ അത് ചെയ്ത ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ വാസ്തവത്തിൽ ആരും പ്രത്യേകമായിട്ട് പൈപ്പ് വെച്ച് മാലിന്യം വിഷം ഒഴുക്കണമെന്നില്ല, കെമിക്കൽ ഒഴുക്കണമെന്നില്ല. അല്ലാതെ തന്നെ അവിടെ ഡിസോൾവ്ഡ് ഓക്സിജന്റെ അളവ് വന്നതുകൊണ്ട്, കുറഞ്ഞതുകൊണ്ട് തന്നെ കൂട്ടകുരുതി ഉണ്ടാവും, മത്സ്യസമ്പത്ത് നന്നായി നശിക്കാൻ ഇടവരും. ഏതായാലും ഇത് PCBയെ വിശ്വസിക്കാൻ കഴിയില്ല എന്നുള്ള നിലയിൽ പബ്ലിക്കും അവിടുത്തെ മത്സ്യ കൃഷിക്കാരടക്കമുള്ളവർ പറയുന്ന സ്ഥിതിയിൽ എൻ്റെ ഒരു അഭിപ്രായം, ഞാൻ CPMന്റെ പ്രതിനിധി എന്നുള്ളൊരു അഭിപ്രായം, അത് PCBയെ മാറ്റി നിർത്തിക്കൊണ്ടാണെങ്കിലും ഗവൺമെന്റ് അടിയന്തരമായി ഇക്കാര്യത്തെ സംബന്ധിച്ച് അന്വേഷണം, ഒരു ഔട്ട്സൈഡ് ഏജൻസിയോ അല്ലെങ്കിൽ ഗവൺമെന്റ് സംവിധാനം വഴി അടിയന്തരമായി ഇത്തരം പ്രശ്നങ്ങൾ അവിടെ ഉണ്ടാകുന്നത് സംബന്ധിച്ച് പ്രത്യേകിച്ച് ഇന്നലത്തെ ഈ മത്സ്യക്കുരുതിയുമായി ബന്ധപ്പെട്ട അന്വേഷണം പ്രഖ്യാപിക്കണം. മത്സ്യസമ്പത്തിന്റെ ഭാഗമായി പണി നഷ്ടപ്പെട്ടവർക്ക് അല്ലെങ്കിൽ അവരുടെ വരുമാനം നഷ്ടപ്പെട്ടവർക്ക് ആവശ്യമായിട്ടുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കാനുള്ള സംവിധാനം ഉണ്ടാവണം. പെരിയാർ റിവർ മാനേജ്മെന്റ് അതോറിറ്റി, നിയമപരമായ അധികാരങ്ങളുള്ള ഒരു അതോറിറ്റി വേണമെന്നുള്ള നിയമസഭയിൽ ചർച്ച ചെയ്തതാണ്.
നിയമസഭ പാസ്സാക്കി വെച്ചിട്ടുണ്ട്. പക്ഷേ ഇതുവരെ അത് നടപ്പാക്കിയിട്ടില്ല. അത് പെരിയാറിന് മാത്രം വേണോ, കേരളത്തിലെ 44 നദികൾക്ക് ഒരുമിച്ച് വേണോ എന്നൊക്കെയാണ്. ഏതായാലും വ്യവസായങ്ങൾ കൂടുതലുള്ള സ്ഥലത്തും പെരിയാറിന്റെ കാര്യത്തിൽ അടിയന്തര പ്രാധാന്യത്തോടെ ഇത്തരം കാര്യങ്ങൾ ചെയ്യണം. മന്ത്രി രാജീവ് അങ്ങനെ ചുവപ്പ് നാടുകളിൽ പെട്ടുപോകാൻ പാടില്ല, അതിന്റെ പുരോഗതി വേണം. ഞാൻ അങ്ങയിലേക്ക് മടങ്ങി അങ്ങ് എന്തായാലും ആവശ്യപ്പെടുന്നതനുസരിച്ച് CITUവിന്റെ പ്രധാനപ്പെട്ട ഒരു ഭാരവാഹി എന്ന നിലയിൽ കൂടി അത് തീർച്ചയായും ഒരു അന്വേഷണം കൃത്യമായി താങ്കളുടെ സംവിധാനങ്ങളടക്കം ആവശ്യപ്പെടുകയാണ്. ഞാൻ അങ്ങയിലേക്ക് ഒരു കാര്യം പറഞ്ഞോട്ടെ. മന്ത്രി രാജീവ് അവിടെ വെറുതെ ഇരുന്നിട്ട് ഈ സ്ഥലം സന്ദർശിക്കാത്തതാണെന്ന് പറഞ്ഞ മുഹമ്മദ് ഷിയാസ് അറിയുന്നതിനേക്കാൾ കൂടുതൽ ആ പ്രദേശത്തെ ഓരോ വീടുകളിലും പോയി നന്നായി ഇടപെടുന്ന ആളാണ് സഖാവ് രാജീവ്. അദ്ദേഹം മന്ത്രിയാണെങ്കിൽ പോലും അതിലൊന്നും ഒരു വീഴ്ചയും വരുത്താത്ത കാര്യമില്ല. അപ്പൊ മനഃപൂർവ്വമായിട്ട് ഈ ഗുരുതി കണ്ടിട്ട് അദ്ദേഹം അവിടെ വന്നില്ല എന്ന് പറയുന്നത് അത് വെറും ഒരു രാഷ്ട്രീയ ആരോപണമാണ്. ഷിയാസിന്റെ ഒരു ആരോപണം മാത്രമാണ്. അത് ശരിയായ നടപടിയല്ല. അദ്ദേഹം എവിടെയുണ്ടെങ്കിലും അവിടെ എല്ലാം വരുന്ന ആളാണ്. അത് മന്ത്രി അല്ലാത്ത സന്ദർഭത്തിലും വരുന്ന ആളാണ് സഖാവ് രാജീവ്. തെരഞ്ഞെടുപ്പ് സമയത്ത് മാത്രമല്ലല്ലോ, വോട്ട് ചോദിച്ച് മാത്രമല്ല വീടുകളിൽ ചെല്ലേണ്ടത്. അവർക്കൊരു ബുദ്ധിമുട്ട് ഘട്ടത്തിൽ അവിടെ ഓടിച്ചെല്ലാനുള്ള ഉത്തരവാദിത്വം ഒരു ജനപ്രതിനിധി, പ്രത്യേകിച്ച് ഒരു മന്ത്രി എന്നുള്ള രീതിയിൽ രാജീവിനുണ്ട്. അതുണ്ടായില്ല എന്നുള്ളതാണ് ഞാൻ സൂചിപ്പിച്ചത്. രാജീവിനെ അങ്ങനെ പറയല്ലേ. ഷിയാസ് അങ്ങനെ രാജീവിന് സർട്ടിഫിക്കറ്റ് കൊടുക്കണ്ട. രാജീവിന് ഷിയാസിന്റെ സർട്ടിഫിക്കറ്റും ആവശ്യമില്ല. രാജീവ് മന്ത്രി അല്ലെങ്കിലും MLA അല്ലെങ്കിലും ആ പ്രദേശത്ത് ജനമാണ് കൊടുക്കുന്നത്. ആരൊക്കെ എന്തൊക്കെ ചെയ്യുന്നു എന്ന് പ്രവർത്തിക്കുന്നവർക്ക് ജനം കൊടുക്കുന്നതാണ് സർട്ടിഫിക്കറ്റ്. അതൊന്നും ഷിയാസോ അല്ലെങ്കിൽ രാജീവോ KN ഗോപിനാഥോ കൊടുക്കുന്ന സർട്ടിഫിക്കറ്റ് അല്ലല്ലോ. ജനമല്ലേ സർട്ടിഫിക്കറ്റ് കൊടുക്കുക. ജനങ്ങൾ ഇതെല്ലാം കാണുന്നുണ്ടല്ലോ. ജനങ്ങൾ കൊടുക്കട്ടെ സർട്ടിഫിക്കറ്റ്. അതൊന്നും യാതൊരു സംശയമില്ല. താങ്കൾ തന്നെ പറഞ്ഞു ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റും PCBയുമായി ബന്ധപ്പെട്ട് യാതൊരു ചർച്ചകളും നടന്നില്ല എന്ന് പറഞ്ഞു. ആരുടെ കുഴപ്പമാണ്? പൊല്യൂഷൻ കൺട്രോൾ ബോർഡും ഇറിഗേഷനായിട്ട് ബന്ധമില്ലെന്നുണ്ടെങ്കിൽ ആരുടെ കുഴപ്പമോ? അത് മന്ത്രിയുടെ കുഴപ്പമാണ്, നിയോജകമണ്ഡലത്തിലെ മന്ത്രിയുടെ കുഴപ്പമാണ്, ഞങ്ങളുടെ ആരെങ്കിലും കുഴപ്പമാണോ? ജനങ്ങളുടെ കുഴപ്പമാണോ? അത് അല്ലല്ലോ. ഡിപ്പാർട്ട്മെന്റുകളെ ഏകോപിപ്പിക്കുക, അവരെ കൊണ്ട് നന്നായി ചെയ്യിപ്പിക്കുക എന്നുള്ളത് ജനപ്രതിനിധിയുടെ ഉത്തരവാദിത്വമാണ്. അത് മറന്നുപോയെന്നാണ് ഞാൻ ആദ്യം പറഞ്ഞത്. അതിന് നിങ്ങൾ എത്ര ന്യായീകരിക്കാൻ ശ്രമിച്ചാലും അത് ജനങ്ങൾക്ക് മനസ്സിലാകും. ശ്രീ ഗോപിനാഥ്, ഞാൻ അങ്ങയിലേക്ക് മടങ്ങിയെത്താം. നിങ്ങൾ രണ്ട് രാഷ്ട്രീയ പാർട്ടികളെ പ്രതിനിധാനം ചെയ്യുന്ന വ്യക്തികളാണ്. അതിനപ്പുറത്തേക്ക് പരിസ്ഥിതിയുടെ ഗുരുതരാവസ്ഥ, കൊച്ചിയിലെ ആളുകൾ അവരുടെ ആശങ്കയ്ക്ക് അടിസ്ഥാനമുണ്ടോ എന്നറിയണം. ശ്രീ CR നീലകണ്ഠൻ, ഇന്നിപ്പോൾ കൊച്ചിക്കാർ സംശയിക്കുന്ന വീട്ടമ്മമാരുടെ വാക്കുകൾ, അതിനപ്പുറത്തേക്ക് ഒഴുകിയെത്തുന്ന മുൻകാലങ്ങളിൽ വന്ന മാലിന്യത്തിൻ്റെ ആ ദൃശ്യങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നമ്മളെ ഞെട്ടിപ്പിക്കുന്നതാണ്. അതാണ് അല്പസമയം മുമ്പ് മാതൃഭൂമി ന്യൂസ് പുറത്തുവിട്ടതും ഇപ്പോൾ ആ സ്ക്രീനിൻ്റെ ഒരു സൈഡിൽ നമ്മൾ അത് കാണിച്ചുകൊണ്ടിരുന്നതും. ഇവിടെ ആരുടെ പിഴവാണ് ശ്രീ CR നീലകണ്ഠൻ? കാരണം PCB ഒരു കാര്യം പറയുന്നു, ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് മറ്റൊന്ന് പറയുന്നു, അനുബന്ധമായിട്ട് നമുക്ക് എത്രയോ ഡിപ്പാർട്ട്മെൻറ്റ്, വ്യവസായ വകുപ്പുണ്ട്, ഇറിഗേഷൻ വാട്ടർ അതോറിറ്റി ഉണ്ട്. അപ്പോൾ ഒരു സംവിധാനങ്ങളെല്ലാം ഉള്ള ഒരു നാട്ടിൽ ഒരു ജനതയ്ക്ക് ഇങ്ങനെ വിലപിക്കേണ്ടി വരുന്നതിൻ്റെ ഉത്തരവാദി ആരാണ് CR? അല്ല, ഇവിടെ ഇപ്പോ ഒരു തർക്കം വന്നത് PCBയോട് ചോദിച്ചിട്ടാണോ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് തുറന്നതെന്നാണ്. തീർച്ചയായും അങ്ങനെയാണ് എന്ന് തന്നെ വയ്ക്കുക, അല്ലാന്ന് വയ്ക്കുക. ഈ മാലിന്യം ഇന്നലെ രാത്രി വന്ന് വീണതല്ലോ, അല്ലെങ്കിൽ കഴിഞ്ഞ രാത്രി വന്ന് വീണതല്ലോ. ഈ മാലിന്യം പാതാളം ബണ്ടിനടുത്ത് ഉള്ള വെള്ളത്തിൽ കുറെ കാലമായി കിടക്കുന്ന ആ ബണ്ട് തുറന്നപ്പോൾ അത് പുറത്തേക്ക് പോയി പാവപ്പെട്ട മത്സ്യ കർഷകരുടെ ജീവിതം ദുരിതത്തിലാക്കി, മത്സ്യം ചത്തുപൊന്തി എന്ന് പറഞ്ഞാൽ ഈ മാലിന്യം ഇതിനു മുമ്പ് പാതാളം ബണ്ടിന്റെ കിഴക്കേ സൈഡിലുണ്ട്. KN ഗോപിനാഥിനും ഷിയാസിനും നമുക്കൊക്കെ അറിയാം. ഈ മാലിന്യം പെരിയാറിൽ വളരെ കാലമായി ഉണ്ട്. ഇതിപ്പോ പറയുന്ന ഒരു കാര്യമല്ല. ഇത് കഴിഞ്ഞ 10-30 കൊല്ലമായി ഇതുപോലെയുള്ള നിരവധി വേദികളിൽ ഞാനും KN ഗോപിനാഥും അടക്കമുള്ള ആളുകൾ ചർച്ച ചെയ്തിട്ടുള്ള കാര്യമാണ്. പെരിയാറിലേക്ക് വലിയ തോതിൽ മാലിന്യങ്ങൾ, രാസമാലിന്യങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു എന്നത് എന്റെ കണ്ടുപിടുത്തമല്ല. സുപ്രീം കോടതി നിയോഗിച്ച സമിതി 10-30 വർഷം മുമ്പ് കണ്ടെത്തുകയും ലോക്കൽ ഏരിയ മോണിറ്ററിംഗ് കമ്മിറ്റി ഉണ്ടാവുകയും പെരിയാറിലേക്ക് നിരവധി കുഴലുകളുണ്ട് എന്ന് പറയുകയും പെരിയാറിൽ പലവട്ടം മത്സ്യം ചത്തുപൊന്തുകയും ഈസ്റ്റ്മാൻ കളറിൽ പെരിയാറിൽ വെള്ളം ഒഴുകുകയും, ഇത് ഞാൻ പറയുന്നത് പാതാളം ബണ്ടിന് കീഴ്പോട്ടല്ല, പാതാളം ബണ്ടിന് മുകളിൽ തന്നെ നിരവധി പ്രാവശ്യം ഇത്തരത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇനി നേരത്തെ താങ്കൾ ചോദിച്ച ചോദ്യം, ഇത് പെരിയാറിനെ വലിയ തോതിൽ മലിനമാക്കിയിട്ടുണ്ട്. ഈ പ്രശ്നം ഉന്നയിക്കുന്ന കാലത്തൊക്കെ ഇവിടുത്തെ ട്രേഡ് യൂണിയൻ നേതാക്കന്മാരെ, പരിസ്ഥിതി പ്രവർത്തകർ വിദേശചാരന്മാരാണ്, അവര് മാവോയിസ്റ്റുകളാണ്, അവര് തീവ്രവാദികളാണ് എന്ന രൂപത്തിൽ പ്രചരണം നടത്തുകയും ഇതിനെ തടയുകയും ചെയ്തു. സുപ്രീം കോടതി പല കമ്പനികളും അടച്ചുപൂട്ടാൻ എന്നെ ആവശ്യപ്പെട്ടതാണ്. ഇവിടുത്തെ സർക്കാരുകൾ, ഞാൻ ഒരു സർക്കാരിനെ കുറിച്ചല്ല, സർക്കാരുകൾ സുപ്രീം കോടതിയിൽ പോയി കാല് പിടിച്ചിട്ടാണ് പലപ്പോഴും ഈ കമ്പനികൾക്ക് തുടർ പ്രവർത്തനം നടത്താൻ കഴിയുന്നത്. ഇന്നത്തെ സ്ഥിതി പറഞ്ഞാൽ അവിടുത്തെ മിക്കവാറും കമ്പനികൾ ഒന്നും തന്നെ പരിസ്ഥിതി നിയമങ്ങൾ പാലിച്ചുകൊണ്ടല്ല പ്രവർത്തിക്കുന്നത്. കുഴലുകൾ നേരിട്ട് പെരിയാറിലേക്ക് വരുന്നുണ്ട് എന്നതിന്
നിരവധി തെളിവുകളുണ്ട്. ആർക്ക് വേണമെങ്കിലും അത് പറയാം. പെരിയാർ സർവേ നടത്തിയിട്ടുണ്ട്, ഇതൊക്കെ ഉണ്ട്. അതവിടെ നിൽക്കട്ടെ. എങ്ങനെയാണ് ഈ കോഴികൾ വിടുക? ഈ വെള്ളം മത്സ്യമുള്ള വെള്ളത്തിൽ വീണപ്പോൾ മത്സ്യങ്ങൾ ചത്തുപോയി എന്ന് പറഞ്ഞാൽ ഈ വെള്ളം ഉള്ളിടത്ത് മത്സ്യം ഉണ്ടാവില്ല, മത്സ്യത്തിന് ജീവിക്കാൻ കഴിയില്ല. നല്ല വെള്ളം കാരണം നമുക്ക് നമ്മുടെ ഈ സാഹചര്യങ്ങൾ അറിയാമല്ലോ. ഇപ്പൊ മഴക്കാലം വരാൻ പോകുന്നു. ഇത് മത്സ്യക്കുരുതി കർഷകർ നേരിട്ട കോടികളുടെ നഷ്ടത്തിനപ്പുറത്തേക്ക് ലോങ് റണ്ണിങ്ങിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ അത് നമ്മെ ആശങ്കപ്പെടുത്തുന്നുണ്ടോ? ഞാൻ നേരത്തെ ചോദിച്ചതിൻ്റെ കാര്യം, അവർ അവിടെ സ്ത്രീകളടക്കം ആളുകൾ പങ്കുവെക്കുന്നത്, അവർക്ക് അവിടുത്തെ ഇതിൻ്റെ ശാസ്ത്രീയ വശങ്ങളെക്കുറിച്ചൊന്നും നോളജ് ഇല്ലാത്തവരാണവർ. അവർക്ക് കേവലം അവർക്ക് അനുഭവിക്കുന്ന കാര്യങ്ങളാണ് ഗോപിനാഥിൻ്റെ നാട്ടിലെ ഷിയാസിൻ്റെ നാട്ടിലെ ആളുകൾ പങ്കുവയ്ക്കുന്നത്. അതൊരു ദീർഘകാലത്തിൽ നോക്കുമ്പോൾ അങ്ങേക്കും ആശങ്കയുണ്ടോ? വലിയ ആശങ്കയുണ്ട്. പെരിയാറിനെ കുറിച്ച് ഞങ്ങൾക്ക് വളരെ കാലമായി ആശങ്കയുണ്ട്. 45 ലക്ഷം മനുഷ്യരുടെ കുടിവെള്ളവും ഇവിടുത്തെ കൃഷിക്കുള്ള വെള്ളവും അടക്കം. കാരണം ഈ മാലിന്യങ്ങൾ കൂടിക്കിടക്കും. ഒരുപക്ഷെ ഒരു മഴ പെയ്യുമ്പോൾ വലിയ 2018 പോലെ ഒരു പ്രളയം വന്നാൽ ഇതൊഴിച്ച് കായലിലേക്ക് പോകും, കടലിലേക്ക് പോകും. അവിടെ എന്ത് സംഭവിക്കുമെന്ന് എനിക്കറിയില്ല. അങ്ങനെ തൽക്കാലം രക്ഷപ്പെട്ട് നിൽക്കാം എന്നല്ലാതെ ഇപ്പോൾ എന്താ സംഭവിച്ചത്? ഈ ഓരോ കമ്പനികളുടെയും അടുത്ത് പല തോടുകളുണ്ട്, കുഴിക്കണ്ടം പോലെയുള്ള പല തോടുകളുണ്ട്. ആ തോടുകളിൽ കെട്ടിക്കിടക്കുന്ന മാലിന്യം മഴ പെയ്തപ്പോൾ ഒഴിച്ച് പുഴയിലേക്ക് വരികയും അപ്പോൾ പാതാളം ബണ്ട് തുറക്കുകയും വലിയ മഴയായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇവരാരും അറിയില്ല, കുറെ എന്താ പറയാ അതിനെ ഡൈലൂട്ട് ചെയ്ത് പോകുമായിരുന്നു. ഇപ്പോൾ മഴ കുറച്ചു പെയ്തു, അതോടുകൂടി തുറന്നു വിട്ടു. ഇപ്പൊ ഈ തുറന്നു വിട്ടത് ശരിയാണോ എന്ന ചോദ്യത്തിന് വളരെ കൃത്യമായി എനിക്കൊരു ഉത്തരവുണ്ട്. തുറന്നു വിട്ടില്ലെങ്കിൽ ഈ മാലിന്യം എവിടെ കിടക്കുമായിരുന്നു? ഇതിൽ എന്തൊക്കെ കെമിക്കൽസ് ഉണ്ട് എന്നൊക്കെ നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. പെർസിസ്റ്റന്റ് ഓർഗാനിക് പൊല്യൂട്ടൻസ് എന്ന് പറയുന്ന അസാഡസ് കെമിക്കൽസ് ഇതിലുണ്ട് എന്ന് പലവട്ടം പരീക്ഷണങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. പൊല്യൂഷൻ കൺട്രോൾ ബോർഡിലെ അതിന്റെ ഡോക്യുമെന്റ് ഉണ്ട്. ഞാൻ ആ ഡോക്യുമെന്റ് കണ്ടിട്ടുണ്ട്. ഇവിടെ പക്ഷെ അവർ പറയുന്ന ഏത് കമ്പനിയാ വിടുന്നതെന്ന് ഞങ്ങൾക്ക് അറിയില്ല, അതുകൊണ്ട് നടപടി സ്വീകരിക്കാൻ കഴിയില്ല. ഇത് ഏറ്റവും വികൃതമായ ഒരു ന്യായമാണ്. കാരണം ഓരോ കമ്പനിയുടെയും ഔട്ട്ലെറ്റ് പരിശോധിക്കാൻ ബാധ്യതപ്പെട്ടവരാണ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡ്. അവിടെയാണ് പരിശോധന വേണ്ടത്. അവിടെ നിന്ന് മാലിന്യം കെമിക്കൽസ് പോകുന്നില്ല, അല്ലെങ്കിൽ ഇന്ത്യൻ റെയർ എർത്തിൽ നിന്നോ അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ HIL പോലെയുള്ള പഴയ കമ്പനികളിൽ നിന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും തുകൽ ഫാക്ടറിയിൽ നിന്നോ ഒക്കെ മാലിന്യങ്ങൾ ഇതിലേക്ക് പോകുന്നില്ല എന്ന് ഉറപ്പാക്കാൻ നമ്മുടെ നികുതി പണം കൊടുക്കുന്ന സംവിധാനമാണ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡ്. അവർ പ്രവർത്തിക്കാതിരിക്കുന്ന അവരുടെ കുഴപ്പം കൊണ്ടൊന്നുമല്ല. എനിക്ക് നന്നായിട്ട് അറിയാം. നേരത്തെ ഷിയാസ് പറഞ്ഞതുപോലെ അവർക്ക് മേൽ സമ്മർദ്ദമുണ്ട്. ഒരു കമ്പനിക്ക് അവര് ഇത് നോട്ടീസ് കൊടുത്താൽ പിറ്റേ ദിവസം ഉദ്യോഗസ്ഥൻ ട്രാൻസ്ഫർ ആവും. എനിക്കറിയാം, പ്രദീപ് കുമാർ പോലെയുള്ള ഉദ്യോഗസ്ഥന്മാർ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. ഇതിന്റെ കൃത്യമായ കണക്ക് നിങ്ങൾക്ക് അദ്ദേഹത്തെ പോലുള്ള ആളുകൾ ചോദിച്ചറിയാം. എത്ര അദ്ദേഹത്തെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട് പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് ഈ പെരിയാറിലെ മാലിന്യവുമായി ബന്ധപ്പെട്ട്. നമ്മളെ ഒരു മാസപ്പടിയെ കുറിച്ചല്ലേ കണക്ക് പറഞ്ഞേ? നിരവധി മാസപ്പടികൾ ഇതിന്റെ പുറത്ത് ഒഴുകുന്നുണ്ട് എന്ന്, അല്ലെങ്കിൽ ഈ കമ്പനികളൊന്നും നിലനിൽക്കില്ല നിയമപരമായി. അതുകൊണ്ട് കൊച്ചിയിലെ ജനങ്ങളുടെ സുരക്ഷിതത്വം കണക്കിലെടുത്ത് പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് ഓരോ കമ്പനിയുടെയും മാലിന്യം സംവിധാനം പരിശോധിച്ച് പുറത്തേക്ക് വിടുന്നില്ല എന്ന് ഉറപ്പാക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ തീർച്ചയായും ഇതൊരു മോണിറ്ററിങ്ങിനുള്ള ഒരു അവസരമായി ഇത് കാണണം. തീർച്ചയായും അതിന് തുടർ നടപടികൾ വേണം. അത് പേരിനൊരു നടപടിയിലേക്കോ അല്ലെങ്കിൽ കണ്ണിപ്പൊടിയിടാൻ കൊച്ചിയിലെ പാവപ്പെട്ട ജനങ്ങളുടെ കണ്ണിൽ പൊടിയിട്ടുകൊണ്ട് ഒരു നടപടിയിലേക്ക് പോകരുത്. കാരണം രണ്ട് പ്രധാനപ്പെട്ട പാർട്ടികളുടെ രണ്ട് പ്രധാനപ്പെട്ട നേതാക്കളുടെ കൂടി സാന്നിധ്യത്തിലാണ് നമ്മൾ ഈ ചർച്ച നടത്തുന്നത്. ചെറിയൊരു ഇടവേള എടുത്ത ശേഷം നമുക്ക് മറ്റു അതിഥികളിലേക്ക് എത്താം. ചർച്ചയിലേക്ക് തിരികെ എത്താം. ശ്രീ മുഹമ്മദ് ഷിയാസ്, കൊച്ചിയിലെ അമ്മമാർക്കും കുഞ്ഞുങ്ങൾക്കും ഈ കർഷകരായ ഒരുപാട് ജനങ്ങൾക്ക് മത്സ്യ കൃഷി മാത്രം മുന്നിൽ കണ്ട് പണമിറക്കിയ ഒരുപാട് ആളുകളുണ്ട്. അവർക്കൊക്കെയും മുന്നോട്ട് പോകണം. അതുകൊണ്ടൊരു ഈ സംഭവത്തിന്മേൽ ഒരു റിപ്പോർട്ട് രൂപപ്പെടാൻ പോവുകയാണ്. ആ റിപ്പോർട്ടിൻ പ്രകാരമാണെങ്കിൽ ആ റിപ്പോർട്ടിലേക്ക് പോകുമ്പോൾ അവിടെ ഒരുപാട് ഏജൻസികൾ, നമ്മൾ പറയും ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റ്, മലിനീകരണ നിയന്ത്രണം, എല്ലാ പ്രതിനിധികളെയും ഉൾപ്പെടുത്തിയാണ് ആ സമിതിക്കൊക്കെ രൂപം കൊടുക്കുന്നത്. അതിലൊക്കെ വിശ്വസിക്കാമോ? ഇനി സംഭവം ആവർത്തിക്കരുത്. ഈ വ്യവസായശാലകളിൽ കിടക്കുന്ന നിലവിലെ ഈ വ്യവസായ മാലിന്യങ്ങൾ അതിൻ്റെയൊക്കെ കണക്കെടുക്കണം. ചിട്ടയായൊരു മോണിറ്ററിംഗ് അത് ഇന്നത്തെ ചർച്ചയിൽ താങ്കൾക്ക് ബോധ്യം വരുന്നുണ്ടോ? മന്ത്രിയടക്കം ജില്ലയിൽ നേരത്തെ പറഞ്ഞതുപോലെ KN ഗോപിനാഥ് പറഞ്ഞതുപോലെ എപ്പോഴും ചെല്ലുന്ന കൊച്ചിക്കാരെ നന്നായി അറിയാവുന്ന ഒരു മന്ത്രിയുള്ള വ്യവസായ വകുപ്പിൻ്റെ തലപ്പത്തിരിക്കുന്ന ഒരാളുള്ള ഒരു വിശ്വാസം കൂടി കൊച്ചിക്കാർക്ക് പ്രതീക്ഷിക്കാമോ ശ്രീ ഷിയാസ്? അല്ല, ഇത് മന്ത്രിയുടെ അടക്കം മോണിറ്ററിങ്ങിൽ നടക്കേണ്ട ഒരു പ്രവർത്തനമായിരുന്നു. അതുണ്ടായിരുന്നില്ല. എല്ലാവർക്കും അറിയാം, ഇത് മഴക്കാലമാകുമ്പോൾ ഇതുപോലെ ബണ്ടിലുള്ള റെഗുലേറ്റർ തുറന്നുവിടുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് എല്ലാവർക്കും അറിയാം. ഈ ഷട്ടർ തുറക്കുമ്പോൾ ഈ രാസമാലിന്യങ്ങൾ അടങ്ങിയ ഈ വെള്ളം ഒഴുകിപ്പോകും. അത് ഇന്ന് തുടങ്ങിയതല്ല,
അത് കുറേ നാളുകളായി നടക്കുന്ന ഒരു പ്രതിഭാസമാണ്. മഴ തുടങ്ങിയാൽ അത് പെട്ടെന്ന് തന്നെ, അപ്പോൾ 3-4 CR സൂചിപ്പിച്ചതുപോലെ ഒരു 4-5 ദിവസം അടുപ്പിച്ച് മഴ നിന്ന് അല്ലെങ്കിൽ ഒരു മഴ സമയത്താണെന്നുണ്ടെങ്കിൽ ഇത് ഡൈല്യൂട്ടഡായി പോകും, ആരും അറിയില്ല. പക്ഷെ ജനങ്ങൾ ഈ കൃഷി ചെയ്യുന്ന, കൃഷിയെ പ്രോത്സാഹിപ്പിച്ച് സർക്കാർ ഈ സ്ത്രീകളെ കുടുംബത്തിൽ നിന്ന് പുറത്തിറക്കി അവരെ കൊണ്ട് ലക്ഷക്കണക്കിന് രൂപ CMFRIയിൽ നിന്ന് ഉൾപ്പെടെ അവർക്ക് സബ്സിഡിയോട് കൂടിയിട്ടുള്ള ലോൺ കൊടുത്തിട്ട് അവർ ഉൽപ്പാദിപ്പിച്ച ഈ മത്സ്യകൃഷി അത് വിളവെടുക്കുന്ന സമയമായപ്പോഴാണ് ഇത് മുഴുവൻ ഈ പൊല്യൂട്ടഡ് ആയിട്ടുള്ള വെള്ളം വന്ന് ഇത് നശിച്ചു പോയത്. അപ്പോൾ അതിൻ്റെ ഉത്തരവാദികൾ ആരാണ്? ഈ വീട്ടിലിരിക്കുന്ന അമ്മമാരെ. അവരെന്ത് കുറ്റവും ചെയ്തത്? അവർക്ക് എങ്ങനെ അറിയാൻ സാധിക്കും ഈ റെഗുലേറ്റർ എപ്പോഴാണ് തുറക്കുക, എപ്പോഴാണ് ഈ വെള്ളം വരിക, ഈ വെള്ളം നല്ല വെള്ളമാണോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലാണോ എന്ന് വീട്ടമ്മമാർക്ക് അറിയാമോ? കൃഷി ചെയ്യുന്ന ആളുകൾക്ക് അറിയാമോ? അല്ലെങ്കിൽ ഉൾനാടൻ മറ്റേ മത്സ്യം ശേഖരിച്ച് വിൽപ്പന നടത്തുന്ന പാവപ്പെട്ടവർക്ക് അറിയാമോ? അപ്പോൾ ഇതെല്ലാം അറിയാവുന്നവർ ഉദ്യോഗസ്ഥന്മാരും നഷ്ടപരിഹാരത്തിന്റെ കാര്യത്തിൽ കൃത്യമായ ഒരു ഉറപ്പ് പ്രതീക്ഷിക്കാവുന്ന ഒരു ഉറപ്പ് കിട്ടിയോ ഇന്ന്? അല്ല, രാജീവ് എല്ലാവരും കൃഷി ചെയ്യണം, എല്ലാ വീട്ടിലും കൃഷി ചെയ്യണമെന്ന് പറഞ്ഞ് എല്ലാവരെ കൊണ്ടും കൃഷി ചെയ്യിപ്പിച്ചിട്ട് ഇതാണ് അവസ്ഥയെങ്കിൽ രാജീവിനെ എങ്ങനെ വിശ്വസിക്കാൻ കഴിയും? ഇങ്ങനെ ലക്ഷക്കണക്കിന് രൂപ കടക്കാരായി മാറുന്നവർ എങ്ങനെ രാജീവിനെ വിശ്വസിക്കുക? അവർക്ക് ആശ്വാസം നൽകണ്ടേ? രാജീവ് ആദ്യം പോയി അവരെ കാണുക, അവർക്ക് ആശ്വാസം നൽകുക, അതിനുവേണ്ടിയുള്ള നടപടികൾ സർക്കാരിനെ കൊണ്ട് ചെയ്യിപ്പിക്കുക. പൊല്യൂഷൻ കൺട്രോൾ ബോർഡിനകത്ത് വീഴ്ച വരുത്തിയിട്ടുണ്ടെങ്കിൽ നടപടിയെടുപ്പിക്കണം. അതുപോലെ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡിനെ അറിയിച്ചിട്ടില്ലെങ്കിൽ നടപടിയെടുപ്പിക്കണം. വകുപ്പുകളുടെ ഏകോപനം ഉണ്ടാകണം. അതാണ് ഒരു മന്ത്രിയും ഒരു ജനപ്രതിനിധിയും ചെയ്യേണ്ടത്. വെറുതെ ഇരുന്ന് പ്രസംഗിക്കാം, മൈക്ക് കിട്ടിയാൽ എവിടെ നിന്നും പ്രസംഗിക്കാം, എന്തും പറയാം. KN ഗോപിനാഥ് സൂചിപ്പിച്ചതുപോലെ ഇവിടെ പറഞ്ഞല്ലോ, ഈ ഉപ്പുവെള്ളം സാധാ വെള്ളവുമായി ശുദ്ധവെള്ളവുമായി ചേർന്നപ്പോൾ ഓക്സിജന്റെ അളവ് താന്നു. ഇന്ന് പത്രത്തിൽ കിടക്കുന്ന വാർത്തയാണ്. ഏത് ശാസ്ത്രീയ തെളിവിൻ്റെ അടിസ്ഥാനത്തിലാണ് അത് ഉണ്ടായതെന്ന് എനിക്കറിയില്ല. ഞാൻ പലരെയും വിളിച്ചു ചോദിച്ചു. CR അതിനകത്തൊരു ക്ലാരിഫിക്കേഷൻ തരണം. കാരണം ഉപ്പുവെള്ളം ഈ ശുദ്ധവെള്ളവുമായി ചേർന്നാൽ ഓക്സിജന്റെ ലെവൽ താന്നത് കൊണ്ടാണ് മീൻ ചത്തതെന്ന് പറയുന്ന കാരണം കണ്ടുപിടിക്കുന്ന ഈ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് ഉദ്യോഗസ്ഥന്മാരൊക്കെ ഉണ്ടല്ല, നല്ല ചുട്ട അടി കൊടുക്കാൻ തയ്യാറാകണം. ആരെയാണ് നിങ്ങൾ കബളിപ്പിക്കുന്നത്? ആരോടാണ് നിങ്ങൾ കളവ് പറയുന്നത്? നിങ്ങൾക്ക് പറ്റിയ തെറ്റുകളെ നിങ്ങൾ മറ്റുള്ള നുണകൾ കൊണ്ട് ന്യായീകരിക്കാൻ ശ്രമിക്കുമ്പോഴാണ്. ഇപ്പം ഞങ്ങൾ വന്ന് സമരം ചെയ്തപ്പോൾ ഈ 5 ഉറപ്പ് നൽകിയല്ലോ. ഈ ഉറപ്പ് നൽകിയത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? നിങ്ങൾക്ക് വീഴ്ച ഉണ്ടായി എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ ആ വീഴ്ച പരിഹരിക്കാനുള്ള മാർഗങ്ങൾ നിങ്ങൾ ആരായുന്നു. ആ വീഴ്ച പരിഹരിക്കാം, ഞങ്ങൾ പരിഹരിക്കാമെന്ന് പറയുന്നു. നാളെ ഉണ്ടാകാൻ പോകുന്നത് എന്താണ്? സ്ഥിരം ഉണ്ടാകാൻ പോകുന്നത് അത് മേളിൽ നിന്നുള്ള സമ്മർദ്ദം, അല്ലെങ്കിൽ ഞങ്ങൾക്കത് ചെയ്യാൻ കഴിയുന്നില്ല, അല്ലെങ്കിൽ ഞങ്ങൾ നോക്കിയിട്ടുണ്ട് നടപടിക്ക് വേണ്ടി. ഇപ്പം കഴിഞ്ഞ 10 മാസക്കാലമായി ഇവിടെ സമരം ചെയ്യുന്ന ഈ ലോക്കലിലുള്ള ഏലൂരും അതുപോലെ വരാപ്പുഴയും കടമക്കുടിയും മുളകുപാട് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലെ ജനപ്രതിനിധികൾ വന്ന് സമരം ചെയ്തിട്ടുണ്ട്. ആ സമരം എന്തുകൊണ്ടാണ്? 4-5 സ്ഥാപനങ്ങൾ വായു മലിനീകരണം നടത്തുന്നു. രാത്രിയാവുമ്പോൾ ഭയങ്കരമായ മോശം വായുവാണ്, ശ്വസിക്കാൻ കഴിയുന്നില്ല. ആസ്മ രോഗമുള്ള ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ട്. മാർച്ച് 31 മുമ്പ് ആ കമ്പനികൾക്ക് നോട്ടീസ് നൽകിയതാണ്. പുതിയ മാർഗനിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ ഈ പൊല്യൂഷനുള്ള ഈ വായു പുറത്തേക്ക് വിടാൻ കഴിയാത്ത രീതിയിൽ അത് നിയന്ത്രിക്കാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് നോട്ടീസ്. തീർച്ചയായും ശ്രീ ഗോപിനാഥ് ഇവിടെ പറഞ്ഞ ഒരുപാട് കാര്യങ്ങളുണ്ട്. താങ്കൾക്കും ബോധ്യമുള്ളതാണ്. ഏകോപനക്കുറവ് വളരെ പ്രധാനപ്പെട്ടതാണ്. ആ വീഴ്ചകൾ സംഭവിച്ചു. ഇനി കൊച്ചിക്കാർക്ക് ഇനി ഇങ്ങനെ പരിതപിക്കേണ്ടി വരരുത്, വിലപിക്കേണ്ടി വരരുത്, പാവപ്പെട്ട ജനതയ്ക്ക് കണ്ണീരൊഴുക്കേണ്ടി വരരുത്. താങ്കൾ കൂടി ആ മേഖലയിൽ ഉള്ള ആളായതുകൊണ്ട് നന്നായിട്ട് അവിടുത്തെ പൾസ് അറിയാം. നമുക്ക് പല സംവിധാനങ്ങളും ഉണ്ട്. ഈ അന്വേഷണം നടത്താൻ പറ്റുന്ന എത്രയെത്രയോ വകുപ്പുകൾ, CMFRI ആയാലും ഒക്കെയുള്ള വകുപ്പുകളൊക്കെ ഉണ്ട്. അവരെയൊക്കെ വെച്ച് ഒപ്പം താങ്കൾ നേരത്തെ പറഞ്ഞതുപോലെ കൃത്യവും നടപടി ഉറപ്പാക്കത്തക്ക രീതിയിൽ ഏത് രീതിയിലുള്ള അന്വേഷണം വേണം. മന്ത്രിയിൽ നിന്ന് നേരത്തെ പറഞ്ഞതുപോലെ കാര്യക്ഷമമായിട്ടുള്ള ഒരു ഇടപെടലും വിശ്വാസത്തിലെടുത്തുകൊണ്ട് ഇവരുടെ സാമ്പത്തികത്തിലടക്കം നഷ്ടപ്പെട്ടു പോയ പണത്തിലടക്കം ഒരു ഉറപ്പ് പ്രതീക്ഷിക്കാമോ ശ്രീ ഗോപിനാഥ്? തീർച്ചയായിട്ടും പ്രതീക്ഷിക്കാം. കുറ്റമറ്റ രീതിയിൽ ഈ പ്രശ്നത്തെ സംബന്ധിച്ച് അന്വേഷണം നടത്തി ആ അന്വേഷണം PCBയെ ഏൽപ്പിക്കുന്ന പതിവ് മാറണം എന്നാണ് എൻ്റെ അഭിപ്രായം. PCB കുറേയും കൂടി കോമ്പിറ്റൻ്റ് ആവണം. ഏലൂരിലെ സർവൈലൻസ് ഓഫീസ് വെറുതെ ഒരു ലൈസൻസ് ഓഫീസ് മാത്രമായി പ്രവർത്തിച്ചാൽ പോരാ. അതിനാവശ്യമായിട്ടുള്ള മോണിറ്ററിംഗ് സംവിധാനങ്ങൾ ശക്തിപ്പെടുത്താൻ ആവശ്യമായിട്ടുള്ള ലാബ് എക്യുപ്മെൻറ്റ്സ് അടക്കം കുറേയും കൂടി ശക്തിപ്പെടുന്ന സ്ഥിതിവിശേഷം ഉണ്ടാവണം. അതിപ്പോൾ ഒരു സർവൈലൻസ് ഓഫീസ് എന്നുള്ള നിലയിൽ അവിടെ ഉണ്ട്. അവർ നേരത്തെ പറയായിരുന്നു ഞങ്ങൾക്ക് വള്ളമില്ല, ബോട്ടില്ല,
ഇതിനൊക്കെയുള്ള സംവിധാനം ഗവൺമെൻറ് ഉറപ്പുവരുത്തണം. ഇടയ്ക്കുണ്ടായിരുന്നു, വാടകയ്ക്ക് എടുക്കുന്ന രീതിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ കുറേയും കൂടി കോമ്പീറ്റൻ്റ് ആയിട്ടുള്ള ഒരു ഏജൻസിയായി നാട്ടിലെ ജനങ്ങൾക്കറിയില്ല ഒരു വ്യവസായം ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നം എന്താണ്, അതിൻ്റെ പ്രൊഡക്റ്റ് എന്താണ്, ഏത് വ്യവസായമാണ് ഇതിൽ കൊണ്ടുവരുന്നത് എന്നും അറിയില്ല. ഇപ്പോൾ പഴയ രൂപത്തിലുള്ള വലിയ കെമിക്കൽ ഇൻഡസ്ട്രി എന്നുള്ള നിലയിൽ HIL ഈ അടുത്ത് പൂർണ്ണമായി അടച്ചുപൂട്ടി. കഴിഞ്ഞ 2 കൊല്ലമായിട്ട് എൻഡോസൾഫാൻ ബാൻ വന്നതിന് ശേഷം അത് ഒരു പ്രൊഡക്ഷൻ എടുക്കുന്നില്ല. ബിനാനി സിങ്ക് അടച്ചുപൂട്ടി. ഇങ്ങനെ വരാവുന്ന മാരകമായിട്ടുള്ള പല സ്ഥാപനങ്ങളും, പെരിയാർ കെമിക്കൽസ് അടച്ചുപൂട്ടി, ഇങ്ങനെ പലതും അടച്ചുപൂട്ടിയിട്ടുണ്ട്. പക്ഷേ വ്യവസായം അടച്ചുപൂട്ടലല്ല ഒരു പ്രശ്നം. വ്യവസായം ഉള്ള സ്ഥലത്ത് പ്രത്യേകിച്ച് ഇത്തരം കാര്യങ്ങളിൽ റൗണ്ട് ദ ക്ലോക്ക് ഒരു മോണിറ്ററിംഗ് ആവശ്യമാണ്. സീറോ ഡിസ്ചാർജേ പാടുള്ളൂ. ഒരു തരത്തിലുള്ള വെള്ളവും പോടില്ല. പക്ഷെ മാലിന്യം വെള്ളയിലേക്ക് അല്ലെങ്കിൽ അന്തരീക്ഷത്തിലേക്ക് വിടുന്നതിൻ്റെ അളവ് കൂടാൻ പാടില്ല. അതെല്ലാം നിയന്ത്രിച്ചു കൊണ്ടുവരുന്നതിനാവശ്യമായി ഇപ്പം ഇതിൻ്റെ ഭാഗമായിട്ട് കുരുതിക്ക് എന്തെങ്കിലും ഒരു നഷ്ടപരിഹാരം കൊടുത്ത് അവസാനിപ്പിക്കുകയല്ല ചെയ്തത്. ശാശ്വതമായൊരു പരിഹാരം ഉണ്ടാകത്തക്ക വിധത്തിലേക്ക് സംവിധാനം വേണം. ഈ റിവർ മാനേജ്മെൻറ്റ് അതോറിറ്റി എന്നുള്ളത് ഒരു സ്റ്റാറ്റ്യൂട്ടറി പവറുള്ള ഒരു സംവിധാനമായിട്ട് കൊണ്ടുവരുന്നത് നന്നായിരിക്കും. അത് പല ഗവൺമെൻറ് കാലത്തും ഇങ്ങനെ പറഞ്ഞ് പാസ്സാക്കി വെച്ച് ചർച്ച നടത്തി അത് സ്റ്റാറ്റ്യൂട്ടറി ആയിട്ട് അതിൻ്റെ കൃത്യമായിട്ടൊരു സംവിധാനത്തോടുകൂടി പോകുന്നൊരു നിലയില്ല. അതുകൊണ്ട് അത് വളരെ പ്രധാനപ്പെട്ട ഗൗരവമുള്ളൊരു കാര്യമാണ്. ഇപ്പോൾ വന്നിട്ടുള്ളൊരു പ്രശ്നം, ഞാനിപ്പോൾ PCBയുടെ അവരുടെ പ്രഥമ നഷ്ടിയ അവർ കണ്ടിട്ടുള്ള ഒരു അഭിപ്രായം അല്ലെങ്കിൽ അവരുടെ ഒരു നിരീക്ഷണം തെറ്റാണെന്ന് പറയാൻ ഞാൻ മുഹമ്മദ് റിയാസ് അല്ല. കാരണം ഡിസോൾവ്ഡ് ഓക്സിജൻ്റെ അളവ് കുറയും തോറും സ്വാഭാവികമായിട്ടും മത്സ്യക്കുരുതി മാത്രമല്ല, അത് കടുത്ത വിഷമായിരിക്കും. അതല്ലാത്ത സമ്പത്തിനെയും എല്ലാത്തിനെയും നശിപ്പിക്കും. നമുക്ക് കുടിവെള്ളം കുടിക്കാൻ കഴിയാത്ത അവസ്ഥ വരും. അപ്പോൾ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ ഓക്സിജൻ്റെ അളവ്, ഡിസോൾവ്ഡ് ഓക്സിജൻ്റെ അളവ് കുറയും എന്നുള്ള കാര്യത്തിൽ പ്രശ്നമാണ്. അതുകൊണ്ട് അത് കുറയുന്ന ആ അളവുള്ള അത്തരത്തിലുള്ള വെള്ളം കൈകാര്യം ചെയ്യുന്ന രീതി, അത് ഒഴുക്കിവിടുന്ന രീതിക്കൊക്കെ ഒരു ക്രമീകരണമൊക്കെ വരുത്തേണ്ടത് നല്ലതാണ്. തീർച്ചയായും അതാണ് CR അവസാനമായി ചുരുങ്ങിയ സമയത്തിൽ, അതായത് അങ്ങനെയുള്ളൊരു മോണിറ്ററിംഗ് ഒക്കെ ഇനി പ്രതീക്ഷിക്കാമോ? ഇതൊരു നമുക്കൊരു ടേണിംഗ് പോയിന്റ് ആയിട്ട്, ഒരു വഴിത്തിരിവായിട്ട് കണ്ട് മുന്നോട്ട് പോകാമോ? അതല്ല ഈ പറയുന്നത് പോലെ ചില നെക്സസ് അതൊക്കെയാണോ ഇതിൻ്റെയൊക്കെ താങ്കൾ നേരത്തെ പറഞ്ഞതുപോലെ ഇതൊക്കെ ഇട്ടിഴയ്ക്കുന്നത്? ഞാൻ വളരെ ശുഭാപ്തി വിശ്വാസക്കാരനാണ്. ഗോപിനാഥും ഷിയാസും ഒക്കെ ഇവിടുത്തെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാക്കളാണ്. ഇവര് പറയുന്നു ഇതിന് സ്ഥിരമായൊരു സംവിധാനം ഉണ്ടാവും. പക്ഷെ മുൻകാലങ്ങളിൽ ഇവരൊന്നും പറഞ്ഞിട്ടുള്ളത് ചെയ്തിട്ടില്ല എന്നതുകൊണ്ട് ഇപ്പൊ ചെയ്യില്ല എന്ന് ഞാൻ പറയുന്നില്ല. ഇപ്പൊ ശ്രീ രാജീവ് അവിടുത്തെ MLA ആണ്, വ്യവസായ മന്ത്രിയാണ്. തീർച്ചയായും വ്യവസായങ്ങൾ ഇനി സംരക്ഷിക്കപ്പെടണമെങ്കിൽ അവ പാരിസ്ഥിതികമായ നിയമങ്ങൾ പാലിക്കുന്നതാവണം എന്ന് പലവട്ടം പറഞ്ഞിട്ടുള്ള ഒരു കാലത്താണ്. ഇത് വ്യവസായവും പരിസ്ഥിതിയും തമ്മിലുള്ള തർക്കമല്ല, മനുഷ്യന്റെ ജീവന വ്യവസ്ഥ തമ്മിലുള്ള തർക്കമാണ്. നേരത്തെ പറഞ്ഞല്ലോ ഡിസോൾവ്ഡ് ഓക്സിജന്റെ കാര്യം. ഉപ്പുവെള്ളത്തിൽ ഡിസോൾവ്ഡ് ഓക്സിജൻ കരുതുന്നതുകൊണ്ടല്ല. ഗോപിനാഥ് പറഞ്ഞത് ഡിസോൾവ്ഡ് ഓക്സിജൻ വളരെ കുറഞ്ഞ ഒരു വെള്ളം മറ്റു വെള്ളത്തിലേക്ക് വിടുന്നു എന്ന് പറഞ്ഞാൽ പാതാളം ബണ്ടിന്റെ കിഴക്കേ വശത്തുള്ള വെള്ളത്തിൽ ഡിസോൾവ്ഡ് ഓക്സിജൻ വളരെ കുറവാണ് എന്ന് തന്നെയാണ്. അതിനർത്ഥം പെരിയാറിൽ നിന്ന് ഇപ്പുറത്തുനിന്ന് കുറച്ചിങ്ങോട്ട് നീങ്ങി വന്നാൽ ഇവിടുത്തെ വെള്ളവും ആ വെള്ളമാണ് കുടിക്കുന്നത്. നമ്മള് പാതാളം ബണ്ടിന് മുകളിലുള്ള വെള്ളമാണ് കൊച്ചിക്കാർ കുടിക്കുന്നത്. അവിടെയാണ് കാലങ്ങളായി ഇത് കെട്ടിക്കിടക്കുന്നത്. ഞാൻ പറഞ്ഞു വന്നത് ഇത് അവിടുത്തെ മത്സ്യത്തൊഴിലാളികളുടെയോ മത്സ്യജീവന കൃഷിക്കാരുടെയോ മാത്രം പ്രശ്നമല്ല. തീർച്ചയായും അവരുടെ ഗുരുതരമായ പ്രശ്നമുണ്ട്. അവരിത് ഉന്നയിക്കുമ്പോൾ ഇതൊരു അവസരമായി എടുക്കുക. ഇപ്പൊ റിവർ അതോറിറ്റിയൊക്കെ വളരെ കാലമായി പരിസ്ഥിതി പ്രവർത്തകരൊക്കെ ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ്. പുഴ പ്രവർത്തകരൊക്കെ റിവർ അതോറിറ്റിക്ക് വേണ്ടി നമ്മൾ ഡ്രാഫ്റ്റ് ബില്ല് വരെ നാഷണൽ ലെവലിൽ വരെ ഉണ്ടാക്കിയ ആളുകൾ. തീർച്ചയായിട്ടും അത്തരം കാര്യങ്ങൾ ഉണ്ടാവണം. പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് തന്നെയാണ് ഉത്തരവാദി. കാരണം ഞാൻ മറ്റൊരു ചെയ്തില്ലയോ എന്നുള്ളതൊന്നും അല്ല പ്രശ്നം. പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് എങ്ങനെയാണ് പാതാളം ബണ്ടിന് അടുത്ത് ഇത്രയധികം മാലിന്യങ്ങൾ കെട്ടിക്കിടന്നത് എന്ന് പറയാൻ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന് ബാധ്യതയില്ലേ? തീർച്ചയായും അതാണ് CR. ഒപ്പം ശ്രീ ഗോപിനാഥ്, മുഹമ്മദ് ഷിയാസ്, വളരെ നന്ദി ചർച്ചയിൽ പങ്കെടുത്ത് ഗൗരവമേറിയ വിലയിരുത്തലുകളും നിർദ്ദേശങ്ങളും ഒക്കെ പങ്കുവച്ചതിന്. എന്തായാലും കൊച്ചിക്കാരെ സംബന്ധിച്ചോളം കൊച്ചിക്കാരെ തട്ടിക്കളിച്ചുകൊണ്ട് കളിപ്പാവകളാക്കി അവർക്ക് ജീവിക്കണം, അവരുടെ തലമുറയ്ക്ക് ജീവിക്കണം. അതുകൊണ്ട് ഈ അധികാരികൾ ഉണർന്ന് പ്രവർത്തിക്കണം. ഈ റിപ്പോർട്ട് സമർപ്പിക്കാൻ പോകുന്ന സമിതി കാര്യങ്ങളെ ഗൗരവത്തോടു കൂടി എടുത്ത് കൈകാര്യം ചെയ്യണം എന്നുകൂടി പറയുന്നു.